അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്റെ പേര് ഹൻഷാദ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇന്ത്യൻ ഹിസ്റ്ററിയിലോട്ട് നമ്മൾ കടക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ചധികം കാലമായി സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഗ്രാജുവലി വീഡിയോസ് ചെയ്ത് 1940 നമ്മൾ എത്തിയിരുന്നു. അതായത് ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് വരെ നമ്മൾ എത്തിയിരുന്നു. ഞാൻ നിങ്ങളോട് മുൻപുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഇന്ത്യകളാണ് പഠിക്കുന്നത്: ആൻഷ്യന്റ് ഇന്ത്യ, മെഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. അതിലെ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പീരീഡ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മുതൽ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ആ 90 വർഷ കാലഘട്ടമാണ് നമ്മൾ പറഞ്ഞിരുന്നു. 1940 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1857 തുടങ്ങി 1940 വരെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഓൾറെഡി നമ്മൾ മുൻപുള്ള ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1942 ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ടുണ്ട്. ഇനി ഒരു 5 വർഷം കൂടിയേ ഉള്ളൂ. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. അപ്പൊ ഒരു 2-3 ക്ലാസ്സസിലോടുകൂടി നമുക്ക് ഫ്രീഡം നമുക്ക് അച്ചീവ് ചെയ്യാൻ നമുക്ക് ട്രൈ ചെയ്യാം. എന്തായാലും 1942 ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. 1942 എന്താണ് ഉണ്ടായ പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫോർമേഷൻ ആണ് 1942 ഉണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഒരുപാട് പേർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ് 1942 അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പൊതുവെ പറയുന്ന ഒരു പേരാണ് സുഭാഷ് ചന്ദ്രബോസ്. പക്ഷെ ആ പേര് ഞാനൊന്ന് തിരുത്തുകയാണ്. കാരണം മുൻപുണ്ടായിട്ടുള്ള SSCക്കും RRBക്കും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാണെന്നുള്ളത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ഒരിക്കലും ആരല്ല, സുഭാഷ് ചന്ദ്രബോസ് അല്ല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന വ്യക്തി ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 1942 സിംഗപ്പൂരിലാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു ആർമിക്ക് രൂപം കൊടുക്കുന്നത്. 1943 മുതൽ സുഭാഷ് ചന്ദ്രബോസ് ഇതിനോട് അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുകയും അദ്ദേഹം അതിന്റെ വളരെ ടോപ്പ് ലെവലിലുള്ള ഒരു ലീഡറായി മാറുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നത് INA ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അങ്ങനെയല്ല, ആരാണ് സ്ഥാപിച്ചത് എന്നതിന് ഉത്തരം ഒരിക്കലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ അതിനൊരിക്കലും ഉത്തരം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അല്ല. അതിന്റെ ആൻസർ ആരാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. എവിടെ വെച്ചാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്? 1942 സിംഗപ്പൂരിലാണ് അദ്ദേഹം അത് സ്ഥാപിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് 1943 മുതൽ ഈ ഇന്ത്യൻ നാഷണൽ ആർമിയായിട്ട് എന്ത് ചെയ്തിരുന്നു? അസോസിയേറ്റ് ചെയ്തിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസ് രൂപം കൊടുത്ത 2 ഫേമസ് കോട്ട്സ് ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ്. ദില്ലി ചലോയും ജയ് ഹിന്ദും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ടാണ്. ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. രണ്ടിന്റെയും ആൻസർ ഇന്ത്യൻ നാഷണൽ ആർമി, സുഭാഷ് ചന്ദ്രബോസ്. ഹി സെറ്റ് അപ്പ് 2 INA ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് റംഗൂൺ ആൻഡ് സിംഗപ്പൂർ. റംഗൂണിലും സിംഗപ്പൂരിലും ഇദ്ദേഹം എന്ത് ചെയ്തു? സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? ഈ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് 2 ഹെഡ്ക്വാർട്ടേഴ്സ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്? റംഗൂണിലും സിംഗപ്പൂരിലും. ഈ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ഒരു വനിതാ വിഭാഗം ഉണ്ടായിരുന്നു, ഒരു വിമൻസ് റെജിമെന്റ് ഉണ്ടായിരുന്നു. ആ വിമൻസ് റെജിമെന്റിന്റെ പേര്, ആ വനിതാ വിഭാഗത്തിന്റെ പേര് റാണി ഝാൻസി എന്നായിരുന്നു. അതിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു പേര് നമുക്ക് തൽക്കാലം ആലോചിക്കാൻ പറ്റില്ല, അല്ലെ? ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആർമിക്ക് റാണി ജെയിൻസ്, അതിന്റെ വനിതാ വിഭാഗത്തിന് റാണി ഝാൻസിയുടെ പേരില്ലാതെ മറ്റാരുടെ പേരാണ് കൊടുക്കാൻ കഴിയുക? പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വിമൻസ് റെജിമെന്റിന്റെ പേരെന്തായിരുന്നു? റാണി ഝാൻസി. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ആരായിരുന്നു ഇതിന്റെ ലീഡർഷിപ്പ്? ഈ വനിതാ വിഭാഗത്തിന്റെ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ ലീഡർ ആരായിരുന്നു? അതിന്റെ ആൻസർ ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി സെയ്ഗാൾ. INAയുടെ വിമൻസ് റെജിമെന്റിന്റെ ലീഡർ, വിമൻസ് റെജിമെന്റിന്റെ പേര് റാണി ഝാൻസി എന്നും അതിന്റെ ലീഡറുടെ പേര് ലക്ഷ്മി സെയ്ഗാൾ എന്നുമായിരുന്നു. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ത്യൻ നാഷണൽ ആർമി 1942 സിംഗപ്പൂരിൽ ക്യാപ്റ്റൻ മോഹൻ സിംഗ് സ്ഥാപിച്ചു. 1943 മുതൽ സുഭാഷ് ചന്ദ്രബോസ് ഈ INAയുടെ പ്രവർത്തികളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങുകയും ദില്ലി ചലോ ജയ് ഹിന്ദ് എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഏതുമായി റിലേറ്റഡ് ആണ്? ഇന്ത്യൻ നാഷണൽ ആർമിയായിട്ട് റിലേറ്റഡ് ആണ്. ഇദ്ദേഹം അതിന് 2 ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചു. റംഗൂണിലും സിംഗപ്പൂരിലുമായിട്ട് 2 ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് സ്ഥാപിച്ചു. ഈ INA എന്ന് പറയുന്ന സംഘടനയുടെ വിമൻസ് റെജിമെന്റിന്റെ പേര് റാണി ഝാൻസി എന്നും അതിന് ലീഡർഷിപ്പ് കൊടുത്ത വ്യക്തിയുടെ പേര്, വനിതയുടെ പേര് ക്യാപ്റ്റൻ ലക്ഷ്മി സെയ്ഗാൾ എന്നുമാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റിലോട്ട് പോവാം. 1942 മറ്റൊരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി
സൗകര്യം ചെയ്തു തന്നു, അല്ലെങ്കിൽ നമുക്കായി അവരുടെ ഒരു സംഭവം പോലെ ചെയ്തു തന്ന ഒരു സംഭവമാണ് ക്രിപ്സ് മിഷൻ. സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട ഒരു കമ്മീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ കമ്മീഷൻ ഇന്ത്യയിലോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കമ്മീഷൻ വാസ് സെന്റ് ടു ഇന്ത്യ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രപ്പോസൽസ് ടു സീക്ക് ഇന്ത്യൻ സപ്പോർട്ട് ഫോർ വാർ. ഗതിമുട്ടിയതുകൊണ്ട് അവർ വന്നതാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും, 1939 നമ്മുടെ വേൾഡിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. 1939 മുതൽ 1945 വരെ, 1939 മുതൽ 1945 വരെ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയുടെ എന്ത് കിട്ടിയേ പറ്റൂ, സപ്പോർട്ട് കിട്ടിയേ പറ്റൂ. അങ്ങനെ സപ്പോർട്ട് കിട്ടാനായിട്ട് ഇന്ത്യയിലേക്ക് അയക്കപ്പെടുന്ന ഒരു കമ്മീഷൻ, സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലേക്ക് അയക്കപ്പെടുന്ന ഒരു കമ്മീഷനാണ് ഏതെന്ന് പറയുന്നത്, ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഇവരെന്താണ്, അല്ലെങ്കിൽ ഇവർ വന്ന ഉടനെ നമുക്ക് തന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ബിഗാൻ ബൈ ഓഫറിംഗ് ഡൊമീനിയൻ സ്റ്റാറ്റസ് ടു ഇന്ത്യ ആഫ്റ്റർ വാർ. യുദ്ധം അവസാനിച്ചുടൻ, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചാൽ ഉടൻ നമുക്ക് എന്ത് തരാന്ന് അവർ പറഞ്ഞത്, ഡൊമീനിയൻ സ്റ്റാറ്റസ് തരാന്ന് പറഞ്ഞത്. അപ്പൊ എന്താ ഈ ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്നായിരിക്കും നിങ്ങൾ ഈ മനസ്സിലാലോചിക്കുന്നുണ്ടാവുക. അതിന്റെ കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിനോട് ഞാൻ പോകുന്നില്ല. പക്ഷെ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലേ. നമ്മൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, എന്നാൽ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനത്തെ ഒരു സ്കീമാണ്. അവര് മേലുണ്ട്, അപ്പോഴും അവര് മേലുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗവൺമെന്റും നമ്മുടേതായിട്ടുള്ള ഭരണവും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു പരിപാടിയാണ് ഇതെന്ന് പറയുന്നത്, ഡൊമീനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു ക്രിപ്സ് മിഷനെ ബേസ് ചെയ്ത് ഞാൻ പറയണമെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതും ഞാൻ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരേ ഒരു ചോദ്യം SSCക്കും RRBക്കും PSCക്കും എല്ലാം ഇത് മാത്രമാണ്. എന്തിനെയാണ് ഗാന്ധിജി പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ ക്രാഷിംഗ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത്? പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലെ ഇനി വൈകിയ തീയതി എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിട്ട് ഗാന്ധി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. രണ്ടാം ലോക മഹായുദ്ധവും ബാക്കി ഇന്ത്യയിലെ സമരങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ട് പൊളിഞ്ഞു തുടങ്ങിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നീട്ടി എഴുതിയ ഒരു ചെക്കാണ് ക്രിപ്സ് മിഷൻ. അല്ലെങ്കിൽ അതാണ് നമുക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡൊമിനിയൻ സ്റ്റാറ്റസ്. അതാണ് അവർ നമുക്ക് തന്നിട്ടുള്ള ക്രിപ്സ് മിഷൻ എന്നുള്ളത് പ്രഖ്യാപിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഇതിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. SSCക്ക് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതിന് കയ്യും കണക്കൂല കേട്ടോ. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് എന്തിനാ ഗാന്ധി വിശേഷിപ്പിച്ചെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ ക്രാഷിംഗ് ബാങ്ക് എന്ന് ഗാന്ധിജി എന്തിനെ വിശേഷിപ്പിച്ചെന്ന് പലതവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം എന്ത് വന്നിട്ടുണ്ട്, ഇതിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇത് ഓർത്തിരിക്കുക, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്, തീയതി നീട്ടി എഴുതിയ ഒരു ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഇതിനും എന്ത് കിട്ടിയില്ല, കോൺഗ്രസിന്റെ സപ്പോർട്ടൊന്നും കിട്ടാതിരിക്കുകയും ഗ്രാജുവലി ക്രിപ്സ് മിഷൻ എന്താവുകയാണ് ചെയ്ത്, ഫെയിൽ ആവുകയാണ് ചെയ്ത്. സോ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സപ്പോർട്ട് വേൾഡ് വാറിൽ കിട്ടാനായിട്ട് ഇന്ത്യക്ക് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രപ്പോസൽസും ഡൊമിനിയൻ സ്റ്റാറ്റസും എല്ലാം ഓഫർ ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ അയച്ച ഒരു കമ്മീഷൻ ആയിരുന്നു ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്, ഒരു കമ്മിറ്റി ആയിരുന്നു ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഗാന്ധിജി പോസ്റ്റ് ഡേറ്റഡ് ചെക്കിനെ ക്രാഷിംഗ് ബാങ്ക് എന്ന് അവകാശപ്പെട്ടത്. ഇതിന് കോൺഗ്രസിന്റെ സപ്പോർട്ട് കിട്ടാതിരിക്കുകയും ഇത് ഗ്രാജുവലി ഫെയിൽ ആവുകയും ചെയ്തു. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ളത് 1942 എന്ന് പറയുമ്പോൾ ഉടനെ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇന്ത്യ വിട്ടുപോവുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതിന്റെ ഹിന്ദി പേരാണ് ഭാരത് ചോഡോ ആന്തോളൻ. നമ്മൾ ചിലപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നമുക്ക് വളരെ നന്നായിട്ട് അറിയിക്കും. ചിലപ്പോൾ ചോദ്യം ഇതായിരിക്കും, ഭാരത് ചോഡോ ആന്തോളൻ ഇന്ത്യയിൽ നടന്ന വർഷം ഏതാണ്? നമ്മൾ ഈ ഭാരത് ചോഡോ ആന്തോളനം അതിപ്പോ എന്താ സംഭവം എന്നാ നമ്മൾ ആലോചിക്കാം. അങ്ങനെ പറ്റിയവരുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഭാരത് ചോഡോ ആന്തോളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഹിന്ദിയാണ് കേട്ടോ. ഹിന്ദി നന്നായിട്ട് അറിയുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ എന്റെയൊക്കെ ഒരു അവസ്ഥ വെച്ച് എനിക്കൊന്നും യാതൊന്നും അറിയാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ മറ്റൊരു പേരാണ്, ഹിന്ദി പേരാണ് ഭാരത് ചോഡോ ആന്തോളൻ. This is the last major mass movement in the history of freedom struggle. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെ ചരിത്രത്തിലെ അവസാനത്തെ മേജർ മാസ് മൂവ്മെന്റ് ആണ്. അതായത് അത്രയും ആളുകൾ ഹിറ്റാക്കി, അത്രയും ആളുകൾ ഏറ്റെടുത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ക്ലൈമാക്സ് ആണ്. അത് അടുത്തതായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നതും ഇതിനെ തന്നെയാണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ തന്നെയാണ്. സോ ഇന്ത്യൻ ചരിത്രത്തിലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ മേജർ മാസ് മൂവ്മെന്റ് ആണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ക്ലൈമാക്സ് ആണ് ഏതെന്ന് പറയുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 8, 1942 ഇന്ത്യ എന്ത് ചെയ്യാണ്, ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കി. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കി. ചോദ്യം പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ചോദ്യം ഇങ്ങനെയും വന്നിട്ടുണ്ട്, ക്വിറ്റ് ഇന്ത്യ ഡേ എന്നറിയപ്പെടുന്ന എന്നാണ്? റെസൊല്യൂഷൻ പാസ്സാക്കിയെങ്കിലും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 9 അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് 9. പക്ഷെ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് ഓഗസ്റ്റ് 8, 1942. ഇതിന്റെ ഭാഗമായിട്ട്
ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഒരു സ്ലോഗനാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ എന്നുള്ളത് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു സ്ലോഗനാണ്. ഇനി സ്ലൈഡിൽ ഇല്ലാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കേരള PSC 1-2 തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ് എന്ന് ചോദിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയ്? ആൻസർ ലോർഡ് ലിൻലിത്ഗോ ആണ്. LINLITHGOW. ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോയിട്ടോ. ലിൻലിത് ഗോ, അതാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് ആളെ വായിക്കുക. ഗോ ആണ്, ഗോ പൊയ്ക്കോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ക്വിറ്റ് ഇന്ത്യ വെച്ചാൽ ഇന്ത്യ വിട്ടു പോ, അപ്പൊ ലിൻലിത് ഗോ, ഗോ പൊയ്ക്കോ എന്ന് ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയുടെ പേരാണ് ലിൻലിത് ഗോ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെങ്കിൽ ഭാരത് ചോഡോ ആന്തോളൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ മാസ് മൂവ്മെന്റ് ആണ്. ക്ലൈമാക്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നതാണ്. ഓഗസ്റ്റ് 8, 1948 ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാവുകയും ഓഗസ്റ്റ് 9 ഇത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് അറിയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഇതിന്റെ ഭാഗമായിട്ടുള്ള സ്ലോഗനാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നു ലോർഡ് ലിൻലിത്ഗോ. സോ നമുക്കിനി 43-ലെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ ഞാൻ ബോർഡിലാണ് ഈ ഒരു ക്ലാസ് എടുത്തിരുന്നത്. ഇത് ഒരു ചെറിയൊരു ചേഞ്ച് ആണ്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണെന്നുള്ളത്. സോ ബോർഡിൽ എടുക്കുമ്പോൾ വിസിബിലിറ്റിയുടെ ഒരു ഇഷ്യൂ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്സ് എന്തായാലും എനിക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ ഹിസ്റ്ററിയും ഇതുപോലുള്ള തിയറി ടോപ്പിക്സ് എടുക്കുമ്പോൾ ഇങ്ങനെ ആക്കിയാലോ എന്നതിന്റെ ഒരു ഇതൊരു ട്രയലാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് കമന്റ് സെക്ഷനിലൂടെയോ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്നെ അറിയിക്കുക. ഗ്രൂപ്പിന്റെയും ചാനലിന്റെയും എല്ലാം ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഭാഗത്ത് റെസ്പോൺസ് കിട്ടിയെങ്കിൽ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. എനിക്കറിയാം ഓൾസ്റ്റൈൽ ടീച്ചിങ് തന്നെയാണ് എനിക്ക് ഇഷ്ടം. ഈ കൈയും ഇതൊക്കെ പൊക്കി നമ്മൾ ആ ഒരു ഇമോഷൻസ് ഒപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ അതില്ല, ജസ്റ്റ് ഒരു ഡബിങ് ഒരു ടൈപ്പാണ്. പക്ഷെ എനിക്കും അത് തന്നെയാണ് ഇഷ്ടം. പക്ഷെ നമ്മളൊരു എന്താ പറയാ, ടെക്നിക്കലി നമ്മൾ അത്രയും സ്ട്രോങ് അല്ലാത്തതുകൊണ്ടും അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടും നിങ്ങൾ കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള കണ്ടന്റ് എത്തിക്കുക എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ ചെയ്യാൻ ഈ ഒരു ട്രൈ ഇപ്പൊ നടത്തി നോക്കുന്നത്. അൺഅക്കാഡമി ഒക്കെ പോലെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെ ക്ലാസ് എടുക്കുന്ന അതേ ഒരു രീതിയിലോട്ട് ഇത് മാറ്റാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. സോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് തീർച്ചയായും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കമന്റ്സ്, അതിന്റെ കാര്യങ്ങളൊന്ന് അറിയിക്കുക. എന്തായാലും ഇത്ര നേരം കണ്ടിരുന്നതിന് നന്ദി. മാക്സിമം 1-2 ക്ലാസ്സുകൾക്കുള്ളിൽ നമുക്ക് സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും വാങ്ങിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.